ഒടുവിൽ ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല, ഞാൻ അങ്ങനൊരു ലക്ഷ്യം വെച്ചല്ല പ്രവർത്തിക്കുന്നത്, ഡൽഹിയാണ് എൻ്റെ തട്ടകം. അദ്ദേഹം ഡൽഹിയിൽ എക്കണോമിക് ടൈംസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമോ സാർ? ഏതായാലും ഒരു ആപ്ലിക്കേഷൻ കുറഞ്ഞു. അതല്ലേ? അതെ അതെ. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ മനസമാധാനമായി. ആപ്ലിക്കന്റ് കൂടുമ്പോഴല്ലേ പിന്നെ ടെസ്റ്റ് നടത്തണം, ഇന്റർവ്യൂ നടത്തണം, പരീക്ഷ നടത്തണം. ഒരാള് കുറഞ്ഞു, അതങ്ങനെ ഇരിക്കട്ടെ. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്, അതെന്റെ തീരുമാനം തന്നെ ആയിരുന്നു, ആരും പ്രേരിപ്പിച്ചിട്ടൊന്നുമല്ല. വലിയൊരു സ്ഥാനത്തേക്കല്ലേ മത്സരിച്ചത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം വരെ മോഹിച്ചിട്ടുണ്ടാവും. ശശി തരൂരിന് അങ്ങനെയുള്ള മോഹത്തിനൊന്നും ഒരു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആകുക എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന ഈ MP സ്ഥാനം എന്നൊക്കെ പറയുന്നത് തന്നെ തിരുവനന്തപുരത്തുകാരായ നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു. ജയിച്ച അദ്ദേഹം ജയിച്ചും ഒരു പോക്കങ്ങ് പോവും, പിന്നെ അദ്ദേഹത്തെ കാണുന്ന അടുത്ത ഇലക്ഷനാ. അദ്ദേഹം ഈ വഴികൾ ഉണ്ടാക്കിയിട്ടു അദ്ദേഹത്തിന് ഈ ഭരണതലത്തില് ഉയർച്ച കിട്ടാൻ വേണ്ടി വഴി തുറന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലൂടെ വന്നാണ്. അല്ല, പക്ഷെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുകാർക്കും അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു വലിയ വിരോധമൊന്നുമില്ല. MP വിളിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അതുപോലെ അവിടെ ചെന്ന എന്താണോ MPയെ കൊണ്ട് സാധിക്കേണ്ട കാര്യം അതവിടെ സാധിച്ചു കിട്ടിയാൽ മതി. ബാക്കി 24 മണിക്കൂറും ശശി തരൂർ തിരുവനന്തപുരത്ത് തന്നെ വാസം ഉറപ്പിക്കണം എന്നൊന്നുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചലനങ്ങളും ഒക്കെ, അതിൽ അദ്ദേഹത്തിന്റെ സംഭാവന അത് വളരെ വലുതാണ്. അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം തരൂര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ സ്വപ്നം കാണുന്നു. അല്ല, ഒരു കണക്കിന് നോക്കിയാൽ അതിനൊക്കെ യോഗ്യനാണ്. അതെ, യോഗ്യനല്ലേ? അതെ. ഈ ഒരാൾ കടന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോട്ടിച്ചു എന്നും പറഞ്ഞു പട്ടികയിൽ ക്രമക്കേട് ജോലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്ന് അദ്ദേഹത്തെ എടുത്തിരുന്നേലുണ്ടല്ലോ, ഇന്നൊരു 10 സീറ്റെങ്കിലും കൂടുതൽ. 10 അല്ല സാറേ, കൂടുതൽ കിട്ടിയേനെ. അല്ല, ആദ്യത്തെ തവണ. അത് കഴിയുമ്പോ അത് അധികാരത്തിലേക്ക് BJPക്ക് വലിയ വെല്ലുവിളിയായി മാറിയേനെ. അതിനെന്താ, എടുക്കാൻ വയ്യാത്ത ഒരു എടുക്കാ ചരക്കിനെ കൊണ്ടു നടക്കുകയാണ്, അവർ പിടിച്ചോണ്ട് പോവുക. അദ്ദേഹത്തിനാണ് തീരെ വയ്യ, ആരോഗ്യവും മോശം. ഇവരെല്ലാരും കൂടെ പിടിച്ചോണ്ടാണെന്നേ പോകുന്നത്. ഖാർഗെ ഈ വീണ് കിട്ടിയ ഒരു സ്ഥാനലബ്ധിയാണ് അദ്ദേഹത്തിന്. പിന്നെ തരൂര് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇനി ഒരു കാര്യം ആലോചിക്കാവുന്നത്, ഇദ്ദേഹം എന്തിനാണ് ഇടയ്ക്ക് കേരളം ഒന്ന് ഫോക്കസ് ചെയ്തല്ലോ, ഇടയ്ക്ക് കേരളത്തിൽ ഒരു യാത്ര നടത്തിയില്ലേ? സാദിഖലി പാണക്കാട്ട് പോയി, പെരുന്നയിൽ പോയി. പെരുന്നയിൽ ചെന്നപ്പോഴത്തേന് പെരുന്നയിലെ പോപ്പിന് എന്ത് സന്തോഷം. ഡൽഹി നായർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്ന. അതെ, അപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞു അദ്ദേഹം ഡൽഹി നായരല്ല, അദ്ദേഹം നല്ല ഒന്നാം തരം കേരള നായരാണ്. അപ്പൊ ആ യാത്രയിൽ എന്താണ് ഉദ്ദേശം? അന്ന് എല്ലാരും വിചാരിച്ചത് കോൺഗ്രസ്സുകാർക്കൊക്കെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു, അദ്ദേഹം കേരളം പിടിക്കാനായിട്ട് വരുന്ന ആളാണോ എന്നൊക്കെ സംശയിച്ചു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിനുള്ള സാധ്യതയില്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. അതിനു മുമ്പ് ഇദ്ദേഹത്തിന് വേറെ എന്തോ വഴി തെളിഞ്ഞിട്ടുണ്ട്, എന്തോ ഡീലൊക്കെ ഉറപ്പിക്കുന്നുണ്ടെന്നേ മോദിയുമായിട്ട്. അതൊന്നും ഇല്ലാതെ അതുകൊണ്ടാണോ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല? അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യം. ആർക്ക് വേണം ഇവിടുത്തെ മുഖ്യമന്ത്രി? കടം കൊണ്ട് മുടിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനം. ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തരൂര് മനസ്സിലാക്കുന്നു. അപ്പൊ പിന്നെ ഇവിടെ വന്ന് അതിനു വേണ്ടി കടിപിടി കൂടാതെ വെറുതെ വെള്ളം തിളപ്പിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇനി 8 മാസം ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിലായിട്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങൽ, വലിയ കളങ്കമേറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ LDF ഏതാണ്ടോ 3ാം വട്ടവും അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞ് എല്ലാരെയും അങ്ങ് ആക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തരൂര് തന്നെ ആലോചിക്കുന്നുണ്ട്, ഇവരുടെ കാര്യം പ്രയാസത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ നിന്നാലാണ്. പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം, തരൂര് 29 ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല, തിരുവനന്തപുരത്ത് മത്സരിക്കത്തില്ല. തിരുവനന്തപുരത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ വേറെടുത്തുണ്ടെന്നല്ല,
അദ്ദേഹം അദ്ദേഹം പാർലമെന്റിൽ ഇനി ലോക്സഭയിൽ ഈ മത്സരിച്ച് മത്സര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരില്ല. കാരണം അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, തരൂര് ഇനി ഇവിടെ മുഖ്യമന്ത്രിയാകാനും ഒക്കെ വന്നാലും തരൂരിനെ പാര വയ്ക്കാൻ കാണത്തില്ല ആൾക്കാര്. പിന്നെ ഇഷ്ടംപോലെ 100% ഉറപ്പല്ലേ അത്. തരൂരിനെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വരുന്നതിൽ നമുക്ക് സന്തോഷമേ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതെ, അല്ലെ, ലോകം അറിയുന്ന ഒരാളാണ്. അക്കാഡമിക് നിലവാരമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, വിഷൻ ഉണ്ട്. ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ വരും. ഇനിയുള്ള കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ യുഗത്തില് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതുള്ള രാഷ്ട്രീയം ഒന്നും അല്ല. ഇവിടെ എല്ലാത്തിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടല്ലോ. ആ രാഷ്ട്രീയമല്ല ഇവിടെ ഇപ്പൊ നടക്കുന്നത്, വിവാദ രാഷ്ട്രീയം ആണോ? ആ രാഷ്ട്രീയമല്ല ആഗ്രഹിക്കുന്നത്. അപ്പൊ തരൂരിനറിയാം ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇനിയിപ്പോ നിൽക്കേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മോദിയുമായിട്ട് എന്തോ ഡീൽ ഉറപ്പിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ വഴിയിൽ നമ്മളെല്ലാരും പറഞ്ഞു ഉപരാഷ്ട്രപതിയാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു അതിലും വലുതാണ് തരൂർ ആഗ്രഹിക്കുന്നത്, UN സെക്രട്ടറി ജനറൽ സ്ഥാനം. അല്ല, അത് പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ഇനി എത്രയോ വർഷം 2047 വരെ കാത്തിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് പ്രായം എത്രയാവും? ഇനിയുണ്ട് 10-20 കൊല്ലം. പിന്നെ അപ്പൊ അത് പോയി. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഇദ്ദേഹത്തിന് തേടിയെത്തും. എന്തായാലും ഒരു സംസ്ഥാനം കേന്ദ്രീകരിച്ച് ഇദ്ദേഹം വരുത്തില്ല. ഇദ്ദേഹത്തിന് ദേശീയ തലത്തിൽ എന്തെങ്കിലും കുറച്ച പദവിയിൽ നിൽക്കത്തക്ക രീതിയിലായിരിക്കും. തരൂര് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോ തന്നെ ചുരുങ്ങി പോവുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുറെ കൂടെ വിശാലമായ ഒരു ക്യാൻവാസ് ആണ് കൊടുക്കുക. രാഷ്ട്രീയം വിട്ടുള്ള. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, തരൂര് വന്നപ്പോൾ 2009 വന്ന് വിജയിച്ച് അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുകാരോട് പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്തെ ഒരു നല്ല നഗരമാക്കും, ഇരട്ട നഗരം, ബാഴ്സലോണ. അത് എന്തുകൊണ്ട് നടക്കാതെ പോയി? അന്ന് ഇവിടെ പിന്നെ മേയർ K. ചന്ദ്രികയെ, മേയറുമായിട്ട് വലിയ പോരായിരുന്നു ഇതിന്റെ പേര്. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അവരതിനെതിരെ പറയും. അത് നടക്കാതെ പോയില്ലേ? അത് എനിക്ക് തോന്നുന്നു അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വിഷനായിരിക്കും കേട്ടോ. അങ്ങനെ വരണം തിരുവനന്തപുരം. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഇപ്പം എവിടെ മാറിയേനെ തിരുവനന്തപുരം? അതെ. പക്ഷെ തരൂര് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഇവിടെ ഒന്നും നടന്നിട്ടുമില്ല. തിരുവനന്തപുരം ഒക്കെ പഴയ തിരുവനന്തപുരമായിട്ട് തന്നെ കിടക്കുക. മാറ്റം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ പോലും ഒന്നും ഉണ്ടായില്ല. വിഴിഞ്ഞം ഇപ്പോഴാണ് വന്നത്, അല്ലെ? വിഴിഞ്ഞത്തിന്റെ മുഴുവൻ ഫലവും നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുമില്ല. വർഷങ്ങളെടുക്കും. എയർപോർട്ട് പോലും നേരാമണ്ണം ഒന്ന് വൃത്തിയായത് അദാനി വന്ന് ഏറ്റെടുത്ത് ഈ അടുത്ത സമയത്താണ്, അല്ലെ? അതെ. ബാക്കി തിരുവനന്തപുരം നമ്മൾ പറയാറുണ്ട്, തിരുവനന്തപുരത്ത് നിൽക്കുന്ന MP-മാരെല്ലാം മത്സരിക്കുന്നവരെല്ലാം വരുത്തന്മാരാണ്. അവർക്ക് യാതൊരു താല്പര്യവുമില്ല, ജയിക്കുക പോവുക. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തിന് ഒരു മെട്രോ പറഞ്ഞിട്ട് ഇതിന്റെ സർവേകളെല്ലാം പൂർത്തിയാക്കി, റിപ്പോർട്ടും ഒക്കെ കൊടുത്തു. ഇതിന്റെ എന്തായി? ഒന്നും ആയിട്ടില്ല. ഇതിനകത്തൊരു MP-ക്ക് റോളില്ലേ? ഒന്നും നടന്നിട്ടില്ല. അപ്പൊ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂര് കേരള രാഷ്ട്രീയത്തിൽ ഒതുങ്ങുന്ന ആളല്ല, വിശ്വപൗരനായിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലേക്ക് തന്നെയാണ് തരൂരിന്റെ നോട്ടം, കേരള രാഷ്ട്രീയത്തിലേക്കല്ല എന്നുള്ളതാണ്. അപ്പൊ സതീശനും ചെന്നിത്തലയ്ക്കും ഒക്കെ സമാധാനമായിട്ട് ഉറങ്ങാം. ഒരു ആപ്ലിക്കേഷൻ കുറഞ്ഞു.